പത്തനംതിട്ട നാറാണംമൂഴിയിൽ അധ്യാപികയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ശമ്പള കുടിശ്ശിക അധ്യാപികയുടെ അക്കൗണ്ടിലെത്തി. ശമ്പള കുടിശ്ശിക ലഭിക്കാൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ കയറി മടുത്തിട്ടാണ് അധ്യാപികയുടെ ഭർത്താവ് ഷിജോ ആത്മഹത്യ ചെയ്തതെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. ഹൈക്കോടതി ഉത്തരവ് വന്ന് 8 മാസം കഴിഞ്ഞിട്ടും നടപടിക്രമങ്ങൾ വൈകിയിരുന്നു. തിങ്കളാഴ്ചയാണ് അക്കൗണ്ടിൽ പകുതി കുടിശ്ശിക എത്തിയത്. ബാക്കി തുക PF അക്കൗണ്ടിലെത്തും. ശമ്പള കുടിശ്ശിക നൽകുന്നതിൽ വീഴ്ച വരുത്തിയ DE ഓഫീസിലെ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. വകുപ്പ് തല അന്വേഷണം പൂർത്തിയാകുമ്പോൾ പിരിച്ചുവിടൽ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതേസമയം ശമ്പളം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് സ്കൂൾ മാനേജർ പറഞ്ഞു. സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ ലേഖ രവീന്ദ്രന്റെ ശമ്പളം ഹൈക്കോടതി ഉത്തരവ് പ്രകാരം കഴിഞ്ഞ ദിവസം അതിൽ 29 ലക്ഷം അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞു. ഇനിയും ബാക്കിയുള്ള തുക പ്രൊവിഡന്റ് ഫണ്ടിൽ ലയിപ്പിക്കുവാനുള്ള നടപടികൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ഏതായാലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജാഗ്രത കൊണ്ട് ഇപ്പോൾ ഈ ശമ്പളം ലഭിച്ചു എന്നുള്ളതിൽ ഞങ്ങൾ കൃതാർത്ഥരാണ്. എല്ലാവിധമായ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹകരണത്തിനും പ്രത്യേകമായി അവരോടുള്ള നന്ദിയും കടപ്പാടും ഈ സമയത്ത് ഞങ്ങൾ അറിയിക്കുന്നു.